സംശയരോഗം ജീവനെടുത്ത ഞെട്ടിക്കുന്ന വാർത്തയിലേക്ക്. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. മലപ്പുറം പെരിന്തൽമണ്ണ ആനമങ്ങാട് സ്വദേശി വൈഷ്ണവി മരിച്ച സംഭവത്തിലാണ് കാട്ടുകുളം സ്വദേശി ദീക്ഷിതിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. റിമാൻഡിലായ പ്രതിക്കെതിരെ കൊലപാതക കുറ്റം, പട്ടികജാതി വർഗ അതിക്രമം തടയൽ നിയമപ്രകാരം പോലീസ് കേസെടുത്തു. 1.5 വർഷം മുമ്പാണ് 4 വർഷത്തെ പ്രണയം പൂവണിഞ്ഞുകൊണ്ട് ഇരുവരും വിവാഹിതരായത്. വൈഷ്ണവിക്ക് സുഖമില്ല, അബോധാവസ്ഥയിലാണെന്ന് പറഞ്ഞാണ് മരുമകൻ ദീക്ഷിത് വൈഷ്ണവിയുടെ മാതാപിതാക്കളെ വിളിക്കുന്നത്. പിന്നീട് പുലർച്ചെ 1:30 അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക്. അസ്വാഭാവികതകളൊന്നുമില്ലാതെ ദീക്ഷിതും ഒപ്പം വന്നു. ഡോക്ടർമാരുടെ പരിശോധനയിൽ പക്ഷേ മരണം സ്ഥിരീകരിച്ചു. ജില്ലാ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. വെള്ളിയാഴ്ച തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. ശ്വാസം മുട്ടിച്ചതാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതോടെ ഭർത്താവ് ദീക്ഷിതിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. അതൊരു സ്മോദറിംഗ് ആയിട്ട് ഉള്ള സംഭവമാണെന്ന് തെളിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതാണ്. 4 വർഷത്തെ പ്രണയശേഷം 1.5 വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹം. മാതാപിതാക്കൾ വിദേശത്തായതിനാൽ ദീക്ഷിതും വൈഷ്ണവിയും മാത്രമാണ് കാട്ടുകുളത്തെ വീട്ടിൽ താമസം. വിവാഹശേഷം വാഹനാപകടത്തിൽ ദീക്ഷിതിന് ഗുരുതര പരിക്കേറ്റു. ശാരീരിക അവശതകൾ അലട്ടി, ജോലിക്ക് പോകാൻ പറ്റാതായി. ഇതിനിടയിൽ ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങളുണ്ടായി. സംഭവം നടന്ന അന്നു രാത്രിയും ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി. പിന്നാലെയായിരുന്നു അതിക്രൂര കൊലപാതകം. ബെഡ്ഷീറ്റ് വായിലേക്ക് തിരികെ മൂക്കുപൊത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മരിച്ചെന്നുറപ്പാക്കി 1 മണിക്കൂർ ശേഷം വൈഷ്ണവിയുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. വൈഷ്ണവിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപ്പെടുത്താൻ കാരണമെന്നാണ് പ്രതി പോലീസ് നൽകിയ മൊഴി. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.